അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൂപ്പർ താരം ലയണൽ മെസ്സിയും ടീമും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വീണ്ടും പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന സർക്കാർ കായിക രംഗത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ ആധികാരികതയും സുതാര്യതയും വലിയ ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ്. വിഷൻ 2032 കായിക സെമിനാറിന്റെ ഭാഗമായി മലപ്പുറത്ത് സംസാരിക്കവേ മന്ത്രി നടത്തിയ പ്രഖ്യാപനം കായിക പ്രേമികളെ ആവേശത്തിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവിശ്വാസത്തിലേക്കും വിമർശനങ്ങളിലേക്കും നയിച്ചിരിക്കുന്നു. പിരിവും പറ്റിക്കലും ചിലർക്ക് വീണ്ടും തുടരാമെന്ന കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബറിലെ പര്യടനം റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണങ്ങൾ, മന്ത്രിയുടെ പുതിയ വാദങ്ങളിലെ അവ്യക്തത, കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ, ഫിഫയുടെ അംഗീകാരം പോലുള്ള ഔദ്യോഗിക കടമ്പകൾ, വിവാദ സ്പോൺസർഷിപ്പ് എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കണം. ലയണൽ മെസ്സിയും അർജന്റീനയും ഓസ്ട്രേലിയക്കെതിരെ നവംബർ 17-ന് കൊച്ചിയിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാതെ പോയത് സംഘാടകർക്കെതിരായും സർക്കാരിനെതിരായും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നവംബറിലെ കളി നടക്കാനിരിക്കുന്നത് സ്റ്റേഡിയത്തിലെ അസൗകര്യം മാത്രമാണെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ അർജന്റീനയിലെ പ്രമുഖ മാധ്യമമായ ലാ നാസിയോൺ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മന്ത്രിയുടെ ഈ വിവാദത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ ഉദ്ധരിച്ച് ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്തത് തയ്യാറെടുപ്പുകളുടെ യാത്രാ ക്രമീകരണങ്ങളുടെയും കാര്യത്തിൽ സംഘാടകർ തുടർച്ചയായി കരാർ ലംഘനങ്ങൾ നടത്തിയതിനാലാണ് പര്യടനം ഉപേക്ഷിച്ചതെന്നാണ്. ഞങ്ങളുടെ പ്രതിനിധി കേരളത്തിലെത്തി, സ്റ്റേഡിയം ഹോട്ടലും സന്ദർശിച്ചു, പക്ഷേ ആവശ്യപ്പെട്ട ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് AFI പ്രതിനിധി വ്യക്തമാക്കിയത്. പ്രശ്നം സ്റ്റേഡിയം മാത്രമല്ല, സംഘാടനത്തിലെ വീഴ്ചകളും അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട പ്രൊഫഷണലിസത്തിന്റെ അഭാവമാണ് എന്ന് തെളിയിക്കുന്നു. മന്ത്രി ഈ വസ്തുതകൾ മറച്ചുവെച്ച് സ്റ്റേഡിയത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ സംഘാടനത്തിലെ പാളിച്ചകളെയും കരാർ ലംഘനങ്ങളെയും ന്യായീകരിക്കാനാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നു. 2 ദിവസം മുമ്പ് അർജന്റീന ടീമിന്റെ മെയിൽ വന്നിരുന്നു. മാർച്ചിൽ നിർബന്ധമായും കളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും എന്ന മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനമാണ് നിലവിലെ വിവാദങ്ങളുടെ കാതൽ. കായിക മന്ത്രി അവകാശപ്പെടുന്ന ഈ മെയിൽ സംബന്ധിച്ച ഒരു വിവരവും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. മെയിൽ ആർക്കാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത്, മെയിലിലെ കൃത്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് തുടങ്ങിയ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മന്ത്രി ഉത്തരം നൽകുന്നുമില്ല. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കായിക പരിപാടിയെ സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ മറച്ചുവെച്ച് കേവലം വാക്കാൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന വിമർശനം ശക്തിപ്പെടുന്നു. മുൻപ് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ പ്രഖ്യാപനം എന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിലെ അർജന്റീനയുടെ കളിക്ക് അനുമതി നൽകേണ്ടത് ഫിഫയാണ്. മന്ത്രി അടക്കമുള്ളവർ പലപ്പോഴും സൗകര്യപൂർവ്വം ഈ അടിസ്ഥാന തത്വം മറക്കുന്നു. ഫിഫയുടെ അംഗീകാരം ലഭിക്കാതെ ഒരു അന്താരാഷ്ട്ര മത്സരം പ്രഖ്യാപിക്കുന്നതിലെ ഔചിത്യമില്ലായ്മയാണ് ഉയർന്ന പ്രധാന വിമർശനം. സ്റ്റേഡിയം, ടീമുകളുടെ സുരക്ഷ, യാത്രാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും സജ്ജമായ ശേഷമേ അനുമതി ലഭിക്കൂ. ഫിഫയുടെ അനുമതി കിട്ടാതെ എങ്ങനെ മന്ത്രി വീണ്ടും മെസ്സി വരുമെന്ന് പറയുന്നതെന്ന ചോദ്യം ഈ പ്രഖ്യാപനത്തിന്റെ ആധികാരികതയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മന്ത്രിയുടെ പ്രഖ്യാപനം നടക്കുമ്പോൾ മത്സരം നടത്താൻ നിശ്ചയിച്ച കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കടുത്ത പ്രതിസന്ധിയിലാണ്. കലൂർ സ്റ്റേഡിയം നിലവിൽ ആകെ കുളമായി കിടക്കുകയാണ്. നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലാകണമെങ്കിൽ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. പുൽമൈതാനം, ഡ്രസ്സിംഗ് റൂമുകൾ, മീഡിയ ബോക്സ്, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പുനഃസ്ഥാപിക്കാൻ മാർച്ച് മാസത്തിനുള്ളിൽ സാധിക്കുക എന്നത് അപ്രസക്തമാണ്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുൻപുള്ള ട്രയൽ റണ്ണുകൾക്കും ഫിഫ പരിശോധനകൾക്കും ആവശ്യമായ സമയം പോലും ശേഷിക്കുന്നില്ല. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണത്തിന് എന്ന പേരിൽ കൊച്ചി സ്റ്റേഡിയം പൊളിച്ചിട്ടത്? ഇനി പഴയപടി അന്തർദേശീയ നിലവാരത്തിൽ സ്റ്റേഡിയം എപ്പോഴാകും? ഈ ചോദ്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ഫിഫ അംഗീകാരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റേഡിയത്തിനായി ധൃതി പിടിച്ച് പണം ചെലവഴിക്കുന്നത്, മത്സരം നടക്കാതെ പോയതിന്റെ പേരിൽ നഷ്ടപരിഹാരം ഉണ്ടെങ്കിൽ അത് പൊതുഖജനാവിൽ നിന്ന് എടുക്കേണ്ടി വരുന്നതും വലിയ സാമ്പത്തിക വിവാദങ്ങൾക്ക് വഴിവെക്കും. സർക്കാരിന്റെ കായിക വികസന പദ്ധതികളുടെ ധാർമ്മിക നിലവാരം ചോദ്യം ചെയ്യപ്പെടുന്നതിൽ പ്രധാന കാരണം സ്പോൺസർഷിപ്പ് വിവാദമാണ്. കളങ്കിതരുമായി കൂട്ടിനില്ലെന്ന് നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ച സർക്കാർ തന്നെയാണ് വിവാദപരമായ പശ്ചാത്തലമുള്ള മുട്ടിൽമരം മുറിക്കേസിലെ പ്രതികളുമായി ബന്ധമുള്ളവരെ സ്പോൺസറാക്കിയത്. ഈ നടപടി സർക്കാർ കായിക രംഗത്ത് സുതാര്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് സംശയം ജനിപ്പിക്കുന്നു. കായിക രംഗത്തെ വികസനത്തിനു വേണ്ടി എന്ന പേരിൽ നടക്കുന്ന ഇത്തരം ഡീലുകൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. സ്പോൺസറെ കണ്ടെത്തിയത് എങ്ങനെയാണ്, സ്പോൺസർഷിപ്പ് തുക എത്രയാണ്, കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിഴലിലാണ്. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രശംസനീയമായ ഒരു നീക്കമായി കണക്കാക്കാമെങ്കിലും അതിന്റെ പിന്നിലെ നടപടിക്രമങ്ങളിൽ സുതാര്യതയും പ്രൊഫഷണലിസവും പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ മാർച്ചിലെ മെസ്സി പ്രഖ്യാപനം, കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ, ഫിഫയുടെ അനുമതിയുടെ അഭാവം, മുൻ കരാർ ലംഘനങ്ങൾ എന്നിവയെല്ലാം കാരണം അവിശ്വസനീയവും ദുരൂഹമാണ്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും സുതാര്യത ഉറപ്പാക്കാതെയും നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ കായിക മേഖലയുടെ പുരോഗതിക്ക് പകരം വിവാദങ്ങൾക്കും പൊതുജനത്തിന്റെ നിരാശയ്ക്കുമാണ് ഇന്ധനം നൽകുന്നത്.
കായിക മന്ത്രിയുടെ ഈ നിലപാട് പിരിവും പറ്റിക്കലും ആവർത്തിച്ച് കേരളത്തിലെ കായിക പ്രേമികളുടെ ആവേശത്തെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയർത്തുന്നു. മാർച്ചിലെ കളി യാഥാർത്ഥ്യമാണെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് മെയിലിന്റെ ഉള്ളടക്കം, സ്റ്റേഡിയം നവീകരണത്തിന്റെ ടൈം ലൈൻ, ഫിഫയുടെ അംഗീകാരം എന്നിവയിൽ പൂർണ്ണമായ സുതാര്യത വരുത്തേണ്ടതുണ്ട്.